ദേശപാദം നമോ. Good evening, distinguished guests, loving parents and dear friends. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Good evening, ladies and gentlemen. Now we are ready to start. We humbly request everyone who is standing around the tent to come inside and take their seats. നമ്മുടെ പരിപാടി തുടങ്ങേണ്ട സമയമായതുകൊണ്ട് സദസ്സിലെ ഇരിപ്പിടങ്ങളിൽ എല്ലാവരും വന്ന് ചേർന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സങ്കീർത്തകൻ പറയുന്നു, ജനതകളെ സ്തുതി പാടുവിൻ, നാഥനു സ്തുതികൾ പാടുവിൻ. ദൈവൈക്യത്തിൽ സ്വർഗീയ സന്തോഷത്താൽ നാഥന് സ്തുതി പാടി നമ്മൾ ഇവരും കാത്തിരുന്ന ഈ ആഘോഷദിനത്തിൽ പങ്കുചേരാം. Let us rejoice in the harmony of heaven. Ladies and gentlemen, welcome to this very, very special evening. നമ്മൾ ഏവരും കാത്തിരുന്ന ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം ഈ ആത്മീയ ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയ എല്ലാ വിശിഷ്ടാതിഥികളെയും മാതാപിതാക്കളെയും എൻ്റെ കൊച്ചു കൂട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരെയും അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രയത്നവും കഠിനാധ്വാനവും പൂർത്തീകരണത്തിനായി എത്തിയ ഈ ദിനം പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി കൊയർ ടീമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
മീറ്റിംഗിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും Our Lady of Arabia Church അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റ്, അഹമ്മദി ചർച്ച് സിറോ മലബാർ കാറ്റക്കിസം ഡയറക്ടർ, എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ റെവറൻഡ് ഫാദർ ജിജോ അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. I would like to extend a warm invitation to Jijo Achan to join us on stage. നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനും സീറോ മലബാർ എപ്പിസ്കോപ്പൽ വികാരും അബ്ബാസിയ ചർച്ച് പാരിഷ് പ്രീസ്റ്റുമായ റെവറൻഡ് ഫാദർ ജോണി ലൂനസ് അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. I'm delighted to invite Johnny Lunas Achan, who has accepted our invitation to join us today. അടുത്തതായി SMC കുവൈറ്റ് ഡയറക്ടറും സാൽമിയ ചർച്ച് അസിസ്റ്റന്റ് പ്രീസ്റ്റ് റെവറൻഡ് ഫാദർ ജോൺസൺ നെടുമ്പ്രത്ത് അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. With equal pleasure, I invite Johnson Nedumbarat Achan onto the stage. നമ്മുടെ ഇടവകയുടെ ഉറ്റ സുഹൃത്തും ഹോളി ഫാമിലി കോ കത്തീഡ്രൽ പാരിഷ് പ്രീസ്റ്റുമായ സോജൻ പോൾ അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Next, we look forward for the presence of Johnson Paul Achan on the stage. അടുത്തതായി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പ്രീസ്റ്റായ റെവറൻഡ് ഫാദർ സ്റ്റീവൻ അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. I'm glad to invite Reverend Father Stephen Achan onto the stage. സ്നേഹപൂർവ്വം ഫാദർ എബ്രഹാം അച്ഛനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലേക്ക്. With equal pleasure, I invite Father Abraham onto the stage. ഇനി മറ്റാരുമല്ല, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട SMC ഹെഡ് മാസ്റ്റർ ജിം സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. I would feel really grateful if we could have Jim sir head to the stage. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിനായി SMC അഹമ്മദിയുടെ ഹെഡ് മിസ്റ്ററും വേദപാഠത്തിൻ്റെ ജീവശ്വാസവുമായ ജിം സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ജോണി അച്ച, ജോൺസൺ അച്ച, ജിജോ അച്ച, സോജൻ അച്ച, എബ്രഹാം അച്ച, സ്റ്റീഫൻ അച്ച, പ്രിയമുള്ള അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, മറ്റ് ഇടവകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹെഡ് മാസ്റ്റർമാരായ സജി സാർ, ജോബി സാർ, ഷിജു സാർ, തോമസ് സാർ, മലങ്കര കത്തോലിക്ക കാറ്റക്കിസത്തിൻ്റെ ഹെഡ് മിസ്സസ് പ്രീതി ടീച്ചർ, ഷേർലി ടീച്ചർ, എല്ലാവരെയും പ്രീതി ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സങ്കീർത്തനോടൊപ്പം നമുക്ക് ഏറ്റുപാടാം. എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. സ്നേഹമുള്ളവരെ, ഏതാണ്ട് 10 വർഷക്കാലമായി നമ്മുടെ സിറോ മലബാർ വിശ്വാസ പരിശീലനം ആരംഭിച്ചിട്ട്. 10 വർഷമല്ല, എനിക്ക് തോന്നുന്നു 15 വർഷത്തോളമായി. ഇത്രയും കാലം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ ഈ അവസരത്തിൽ കടപ്പെട്ടവരാണ്. വിശ്വാസത്തിന് കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞവൻ്റെ മക്കളായ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളുടെ വിശ്വാസം ഉറക്കെ പിടിക്കും, അല്ലെങ്കിൽ ഉറക്കെ പ്രഖ്യാപിക്കും, ഉദ്ഘോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലും നമ്മളുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമ്മൾ തയ്യാറായി. അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും സിറോ മലബാർ കാറ്റക്കിസം അഹമ്മദി പാരിഷിൻ്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജിജോ അച്ഛനെ ഏവർക്കും സുപരിചിതനാണ്.
അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യാനുള്ളത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഏതാണ്ട് 3000 കുട്ടികളുള്ള ഇടവകയുടെ വികാരി, ഡയറക്ടർ ഒക്കെ നിലകളിൽ സുദീർഘമായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എപ്പിസ്കോപ്പൽ വികാർ ബഹുമാനപ്പെട്ട ജോണി അച്ഛനെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ നെടുന്തൂണായി നിന്നുകൊണ്ട് എല്ലാ ഇടവകളിലും അതിൻ്റേതായ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സാൽമിയ പാരീഷിലെ അസിസ്റ്റൻ്റ് പാരീഷ് പ്രീസ്റ്റും കൂടെയായ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ ഈ വേദിയിലേക്ക്, ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട സോജനച്ചനെയാണ്. ഒരുപക്ഷെ കുവൈറ്റിലെ ആദ്യം അഹമ്മദി ഇടവകയിൽ നിന്നാണ് അച്ഛൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത്. അഹമ്മദിക്കാർക്ക് ഏറ്റവും പരിചയമുള്ള, എനിക്ക് തോന്നുന്നു ജിജോ അച്ഛനേക്കാളും കൂടുതൽ പരിചയം സോജനച്ചനാണെന്ന് തോന്നുന്നു. സോജനച്ചനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സഹോദര സഭകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനെയും എബ്രാഹാം അച്ഛനെയും ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അബ്ബാസിയ ഇടവകയിലെ സീറോ മലബാർ കാറ്റക്കിസം ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോബി സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സാൽമിയ പാരീഷിലെ ഹെഡ് മാസ്റ്റർ സുജി സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിറ്റി കോക്കർത്തിട്ടൽ പാരീഷിലെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട സജി സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന അബ്ബാസിയ പാരീഷ് അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ തോമസ് സാറിനെ ഈ അവസരത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് ഷേർലി ടീച്ചറിനെയും പ്രീതി ടീച്ചറിനെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഒരു വർഷത്തെ അധ്യയന വർഷത്തിന് ശേഷം അതിൻ്റെ സമാപനം കഴിഞ്ഞ് നമ്മൾ പുതിയ അധ്യയന വർഷം തുടങ്ങി എങ്കിൽ തന്നെയും ഈ അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഓരോ മക്കളുടെയും ആ കലാചാതുരി ഇവിടെ ആസ്വദിക്കുവാനായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും മറ്റ് നമ്മളെ ഈ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ജിൻസ. ഏകദേശം 1100-ലധികം കുട്ടികളുമായി വിശ്വാസ പരിശീലന രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന നമ്മുടെ മാതൃവിദ്യാലയം കഴിഞ്ഞ ഒരു വർഷം വിവിധങ്ങളായ ഒരുപാട് നേട്ടങ്ങളുമായി ആത്മീയ കളരിയിൽ അതിൻ്റെ വളർച്ചയിലാണ്. ഇവയെക്കുറിച്ചെല്ലാം നമ്മോട് പങ്കുവയ്ക്കാൻ വാർഷിക റിപ്പോർട്ട് അവതരണത്തിനായി SMC കൗൺസിൽ സെക്രട്ടറി ഷിജോ സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാരെ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലൂക്ക 10:2-3 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ ഈ വചനങ്ങൾ ഉൾക്കൊണ്ട്
സുവിശേഷ പ്രഘോഷത്തിനായി ഭാരത മണ്ണിൽ വന്നെത്തിയ വിശുദ്ധ തോമസ് ലിഹായിലൂടെ ലഭിച്ച വിശ്വാസ പൈതൃകം പരിശുദ്ധാത്മാവ് വരപ്രസാദത്താൽ വരും തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് അവരെ ഈശോ മിശിഹായുടെ യഥാർത്ഥ ശിഷ്യരും സഭാസമൂഹത്തിലെ സജീവ അംഗങ്ങളുമായി തീരുവാൻ പ്രാപ്തരാക്കുകയാണ് സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി തിരുസഭയോട് ചേർന്ന് ആ ലേഡി ഓഫ് അറേബ്യ അഹമ്മദ് ഇടവകയിലെ സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജിജോ തോമസ് അച്ഛനോട് സഹകരിച്ച് ഹെഡ് മാസ്റ്റർ ജിം തോമസ്, അസിസ്റ്റന്റ് ഹെഡ് മിസ്റ്റേഴ്സ് മരിയ അഭിലാഷ് ആൻഡ് മെൽബി ബിജോ, ഓഫീസ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെടെ 13 അംഗ കൗൺസിൽ, 63 വിശ്വാസ പരിശീലകർ, 21 വോളണ്ടിയേഴ്സ് എന്നിവർ ഈ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേർന്നു. അൽ ലേഡി ഓഫ് അറേബ്യ അഹമ്മദ് ദേവാലയത്തിലെ സീറോ മലബാർ വിശ്വാസ പരിശീലനം അറേബ്യ മാതാവിൻ്റെയും നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായുടെയും മധ്യസ്ഥത്താൽ 10 വർഷങ്ങൾ പിന്നിട്ടു. 2023-24 വിശ്വാസ പരിശീലന വർഷം 2023 മാർച്ച് 10 വെള്ളിയാഴ്ച ആ ലേഡി ഓഫ് അറേബ്യ സീറോ മലബാർ കാറ്റക്കിസം മുൻ ഡയറക്ടർ ഫാദർ ജോൺസൺ അരിശേലൻ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 38 ക്ലാസ്സുകളിലായി 1117 കുട്ടികൾ പ്രസ്തുത വർഷം വിശ്വാസ പരിശീലനം തേടി. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കുതകുന്ന ഒട്ടനേകം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നാം നടത്തുകയുണ്ടായി. ആനുവൽ ഡേ 2023 2022-21 അധ്യയന വർഷത്തെ ആനുവൽ ഡേ ആഘോഷങ്ങൾ മാമറിൻ 2023 എന്ന പേരിൽ കുവൈറ്റ് സീറോ മലബാർ കാറ്റക്കിസം ഡയറക്ടർ ഫാദർ ജോൺസൺ നെടുമ്പുറത്തച്ഛൻ്റെ അധ്യക്ഷതയിൽ 2023 മെയ് 11 സബഹിയ ടെൻറ്റിൽ വെച്ച് ആഘോഷം നടത്തപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ ഹോളി ഫാമിലി കോ കത്തീഡ്രൽ സീറോ മലബാർ കാറ്റക്കിസം ഡയറക്ടർ ഫാദർ ജോൺസൺ അരിശേലിൽ ഉദ്ഘാടന സന്ദേശം നൽകുകയും ആ ലേഡി ഓഫ് അറേബ്യ പാരിഷ് പ്രീസ്റ്റ് ഫാദർ റോസ്വിൻ പെരേസ്, ഫാദർ സോജൻ പോൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് 4 മണിക്കൂറോളം നീണ്ട ക്രിസ്തീയമായ കലാപരിപാടിയിലൂടെ നമ്മുടെ കുട്ടികൾ തങ്ങളുടെ മികവ് തെളിയിച്ചു. ആഘോഷകരമായ ദിവ്യകാരുണ്യ സ്വീകരണവും തൈലാഭിഷേകവും 2023 മെയ് 10 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മാർ ആൻ്റണി പ്രിൻസ് പനങ്ങാടൻ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ കുട്ടികളുടെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണവും തൈലാഭിഷേകവും പരികർമ്മം ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഫാദർ സോജൻ പോൾ, ഫാദർ ജോണി ലോനീസ്, ഫാദർ ജോൺസൺ നെടുമ്പറത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. 4ാം ക്ലാസ് പൂർത്തിയാക്കിയ 125 കുട്ടികൾ ജനുവരി മുതൽ 4 മാസം നടത്തി വന്ന പ്രത്യേക പരിശീലനം പൂർത്തിയാക്കുകയും അതിൽ 59 കുട്ടികൾ നമ്മുടെ ഇടവയിൽ വെച്ച് അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് ആത്മീയമായ ഒരുക്കത്തോടെ അന്ന ദിവസം തൈലാഭിഷേകവും ആഘോഷമായ ദിവ്യകാരണവും സ്വീകരിച്ചു. അസാദ 2023 ബൈബിൾ വേഴ്സസ് സ്റ്റഡി പ്രോഗ്രാം നമ്മുടെ കുട്ടികൾ ദൈവവചനം ഹൃദയസ്ഥമാക്കുന്നതിനും അതുവഴി ആത്മാവനാൽ നിറഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും അസാദ, അതായത് വിളവെടുപ്പ് എന്ന പേരിൽ ഒരു 100 ദിന പഠന പദ്ധതി 2023 ഒക്ടോബർ 1 മുതൽ ജനുവരി 8 വരെ നടത്തുകയുണ്ടായി. 107 കുട്ടികൾ മാറ്റുരച്ച ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ക്ലാസ് അനുസരിച്ച് 2 ഗ്രൂപ്പുകളായി നടത്തിയ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിച്ചു. ജീനറ്റ് 2K23 നമ്മുടെ കാറ്റഗിസം കുട്ടികൾക്കായി കഴിഞ്ഞ ഡിസംബറിൽ ഒരുക്കിയ ഒരു വിൻ്റർ വെക്കേഷൻ ക്ലാസ് ആയിരുന്നു ജീനറ്റ് 20K23. ഫാദർ ലിബിൻ ബേബിച്ചൻ OFM കപ്പിച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഇൻറ്ററാക്റ്റീവ് സെഷൻ 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തു. കുട്ടികൾക്ക് ആത്മീയവും ഭൗതികവുമായ ഒരു വേറിട്ട അനുഭവമായിരുന്നു ഇത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ 2023 ഡിസംബർ 9 വെള്ളിയാഴ്ച ആ ലേഡി ഓഫ് അറേബ്യ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട ഫാദർ ജിലോ കല്ലേലി അച്ഛനും ക്രിസ്മസ് ശുശ്രൂഷകൾക്കായി നാട്ടിൽ നിന്നെത്തിയ ലിബിൻ ബെബിച്ചൻ അച്ഛനും ആശംസകൾ നേരുകയും കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ കൊയർ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകയും ചടങ്ങുകൾക്ക് ശേഷം കുട്ടികൾക്ക് കേക്കുകൾ വിതരണം ചെയ്തു. മൂല്യനിർണ്ണയം ഒക്ടോബർ മാസം 2 ആഴ്ചകളിലായി ഫസ്റ്റ് ടൈം ഇവാലുവേഷനും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ആനുവൽ ഇവാലുവേഷൻ നടത്തുകയും ബഹുഭൂരിപക്ഷം കുട്ടികളും വളരെ നല്ല നിലവാരം പുലർത്തുകയും ചെയ്തു. ഹോളി കമ്മ്യൂണിയൻ പരിശീലന ക്ലാസുകൾ 2024 വർഷത്തെ ആഘോഷകരമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി നമ്മുടെ കുഞ്ഞുമക്കളെ ഒരുക്കുന്നതിനുള്ള ക്ലാസുകൾ ജനുവരി 13 മുതൽ എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ നടത്തുകയുണ്ടായി. കുട്ടികളുടെ യാത്രയയപ്പ് ഈ വർഷം വിശ്വാസ പരിശീലനം 12ാം ക്ലാസ് പൂർത്തിയാക്കി തുടർ പഠനത്തിനായി കുവൈറ്റിൽ നിന്ന് യാത്രയാകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും പ്രാർത്ഥനയോടെയുള്ള കൃത്യമായ യാത്രയയപ്പ് നൽകുകയും ചെയ്തു. ടീച്ചേഴ്സ് ട്രെയിനിങ്
2023 ജൂൺ 23 മുതൽ ജൂലൈ 1 വരെ 9 ദിവസങ്ങളിലായി സീറോ മലബാർ സെൻട്രൽ കാറ്റഗറ്റിക്കൽ കമ്മീഷൻ അധ്യാപകർക്കായി ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. പ്രധാനമായും കൂദാശകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ക്ലാസുകൾ പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് കടന്നു എന്ന് അനുഭവമാക്കി മാറ്റുവാൻ സാധിച്ചു. ടീച്ചേഴ്സ് ആക്ടിവിറ്റീസ്. വിശ്വാസ പരിശീലനത്തിന് സുഗമമായ നടത്തിപ്പിനായി എല്ലാ മാസവും കാറ്റഗിസം കൗൺസിൽ മീറ്റിങ്ങും 2 മാസത്തിലൊരിക്കൽ ടീച്ചേഴ്സ് മീറ്റിംഗും നടത്തി വരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഫാമിലി ഗെറ്റ് ടുഗെദർ. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഡിസംബർ 29 സീറോ മലബാർ കാറ്റഗിസം കുടുംബാംഗങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ കാറ്റഗിസം ബ്ലോക്കിൽ വെച്ച് നടത്തപ്പെട്ടു. ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും തുടർന്ന് സ്നേഹവിരുന്നും നടത്തപ്പെട്ടു. യാത്രയയപ്പും സ്വാഗതവും. നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായി ഈ വർഷം നിയമിതനായ ഫാദർ ജിജോ തോമസ് കൈലലി അച്ഛനെ നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ 8 വർഷത്തോളം നമുക്കായി സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച് തൻ്റെ പുതിയ പരിപാലന ദൗത്യത്തിനായി നാട്ടിലേക്ക് യാത്രയായ ഫാദർ ജോൺസൺ അരശ്ശേലിൻ അച്ഛനെയും നന്ദിയോടെ ഓർക്കുകയും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ സുസ്ഥിരമായ ശുശ്രൂഷയ്ക്ക് ശേഷം ശിഷ്ടജീവിതത്തിനായി നാട്ടിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമായി വിരമിച്ച എല്ലാ ശുശ്രൂഷകൾക്കും ഹൃദ്യമായ യാത്രയയപ്പ് നൽകുകയുണ്ടായി. ശ്രീമതി ജിസ്മി സൈമൺ, ശ്രീമതി നിനു എമേഴ്സൺ, ശ്രീമതി ലിൻഷ ഫ്രാൻസിസ്, ശ്രീമതി ഹിത തോംസൺ, ശ്രീമതി ടിന ആൻ്റണി, ശ്രീ പ്രിൻസ് ആൻ്റണി, ശ്രീ ജോ ആരിക്കാട്ട്, ശ്രീ ജോൺസൺ കൊളങ്ങര, ശ്രീമതി സൗമ്യ മുറാജ് എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും തങ്ങളുടെ പുതിയ കർമ്മമേഖലകളിൽ ക്രിസ്തുവിന് സാക്ഷികളായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററായി കഴിഞ്ഞ 2 വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച ശ്രീ ജോഷ സാറിനെയും അതിന് മുൻ വർഷങ്ങളിൽ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററായിരുന്ന ശ്രീ ബെന്നി സാറിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും അവർ അഹമ്മദി ഇടവകയ്ക്ക് നൽകിയ വിലപ്പെട്ട സേവനങ്ങൾക്ക് പ്രത്യേക നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഈ ഒരു ശുശ്രൂഷയ്ക്കായി പുതുതായി കടന്നു വന്ന എല്ലാ ശുശ്രൂഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയും എല്ലാവരെയും സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദിയോടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. അതിന് സർവശക്തനായ ദൈവത്തോട് ആദ്യമേ നന്ദി പറയട്ടെ. അവർ ലേഡി ഓഫ് അറേബ്യയുടെയും വിശുദ്ധ തോമസ് ലിഹായുടെയും മധ്യസ്ഥത്താൽ നമുക്ക് ലഭിച്ച കൃപകളെ പ്രതി നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കുക. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം സീറോ മലബാർ സഭയുടെ നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ സുസ്ഥിരമായ സേവനങ്ങളെ ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ. കുവൈറ്റിലെ സീറോ മലബാർ സഭാംഗങ്ങൾക്കും സീറോ മലബാർ കാറ്റഗിസത്തിനും അദ്ദേഹം നൽകിയ പിന്തുണയെ പ്രത്യേക നന്ദിയോടെ സ്മരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. സഭയുടെ മുൻപോട്ടുള്ള വളർച്ചയിൽ പിതാവിൻ്റെ നേതൃത്വം അനുഗ്രഹദായകമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓൾസോ വി എക്സ്റ്റെൻഡ് അവർ സിൻസിയർ താങ്ക്സ് ടു അപ്പസ്തോലിക് വികാർ ഓഫ് നോർത്തേൺ അറേബ്യ ഹിസ് എക്സലൻസി ബിഷപ്പ് ആൽദോ ബെരാഡി OSST ഫോർ ഹിസ് ഗ്രേറ്റ് സപ്പോർട്ട് ഫോർ അവർ കമ്മ്യൂണിറ്റി. സീറോ മലബാർ പരിശീലനം അഹമ്മദ് ഇടവകയിൽ ആരംഭിച്ച് 10 വർഷം പൂർത്തിയായ ഈ അവസരത്തിൽ ഇതുവരെ ഈ ശുശ്രൂഷ വളരെയധികം വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച മുൻ വികാർ ജനറൽ ദിവംഗതനായ ഫാദർ മാത്യൂസ് കുന്നേൽപുരയിടം, കുവൈറ്റ് സീറോ മലബാർ എപ്പിസ്കോപ്പൽ വികാർ ഫാദർ ജോണി ലോനിസ്, കുവൈറ്റ് സീറോ മലബാർ കാറ്റഗിസം ഡയറക്ടർ ഫാദർ ജോൺസൺ നെടുമ്പുറത്ത്, മറ്റ് ഡയറക്ടർമാരായിരുന്ന ഫാദർ ജോൺസൺ നിരപ്പിൽ, ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ, ഫാദർ ജോൺസൺ അരശ്ശേരിൽ എന്നിവരെയും ഹെഡ് മാസ്റ്റർമാരെയും അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർമാരെയും ടീച്ചേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, വോളണ്ടിയേഴ്സ് എന്നിവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനയും സമർപ്പണവും ഇന്ന് ഈ ശുശ്രൂഷ വളരെയധികം ചിട്ടയായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും സഹായകരമായി എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. എല്ലാ രീതിയിലും ആത്മീയമായും ഭൗതികമായും നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ ഈ വർഷം നമുക്ക് സാധിച്ചു. ഇതിനായി നമ്മെ സഹായിച്ചത് പുതുതായി ചാർജ് എടുത്ത ജിജോ കലലിൽ അച്ഛൻ്റെ സുസ്ഥിരമായ നേതൃത്വമായിരുന്നു. ജിജോ അച്ഛന് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് പേരിൽ നന്ദിയുടെ 1000 നിറമറുകൾ അർപ്പിക്കുന്നു. We express our sincere gratitude to parish priest, Our Lady of Arabia Ahmadi, for Father Roswin Perez, who has provided all kinds of support and assistance to our activities. വിശ്വാസ പരിശീലനത്തിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ കൗൺസിൽ അംഗങ്ങളെയും അതുപോലെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ഏത് സമയത്തും സേവന സന്നദ്ധനായിരിക്കുന്ന വോളണ്ടിയേഴ്സ് ടീമിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ഓരോ ആഴ്ചയിലും കൃത്യമായി ക്ലാസ്സുകളിലേക്ക് അയക്കുകയും അധ്യാപകരോട് ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ മാതാപിതാക്കൾ നിങ്ങൾ ഓരോരുത്തർക്കും കൃതജ്ഞത അർപ്പിക്കുന്നു. വളരെയധികം ത്യാഗം സഹിച്ച് തങ്ങളുടെ സമയം ദൈവത്തിനും ഈ മക്കൾക്കുമായി മാറ്റിവെച്ച് സേവനമനുഷ്ഠിക്കുന്ന എല്ലാ അധ്യാപകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
നമുക്കായി ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ ഭാവിയുടെ പ്രേക്ഷിതരായി വളർത്തുന്നതിനായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധത്തോടെ ഈശോയോടൊപ്പം നമുക്ക് അധ്വാനിക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. 1 കൊരിന്ത്യർ 15:10 ദൈവം നമ്മെ ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മിലൂടെ ദൈവത്തിൻ്റെ കൃപ ഈ കുഞ്ഞുമകളിലേക്ക് ചൊരിയപ്പെടുവാനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഈ ദൈവിക ശുശ്രൂഷയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും സഹകരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഏവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. Now, without further ado, it takes great pride and honor in inviting Reverend Father Jijo Achan, SMC Catechism Director of Ahmadi Church, who has been our guiding light and has always encouraged the teachers and the students to give their best. I invite Reverend Father Jijo Achan for the presidential address. Please grace us with your insightful words and enlighten us with your wisdom. സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ വികാർ ജോണി അച്ച, അതോടൊപ്പം തന്നെ കാറ്റഗിസം ഡയറക്ടർ ജോൺസൺ അച്ച, കോ കത്തീഡ്രൽ അച്ഛൻ സോഹൻ അച്ച, എൻ്റെ പ്രിയ സുഹൃത്ത് സ്റ്റീഫൻ അച്ഛനും അതുപോലെ തന്നെ എബ്രഹാം അച്ഛനും. എനിക്ക് തോന്നുന്നതിൽ ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമുള്ളത് ഒരു പക്ഷേ സ്റ്റീഫൻ അച്ഛനും അതുപോലെ തന്നെ എബ്രഹാം അച്ഛനുമായിരിക്കും. അവർ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷൻ തരും. എനിക്ക് തോന്നുന്നു വിശ്വാസ പരിശീലനത്തിനും വിശ്വാസം പ്രഘോഷിക്കുന്നതിനും നമുക്ക് പലതരം മാർഗങ്ങളുണ്ട്. ഒരുപക്ഷെ പള്ളിയിൽ മാത്രമല്ല, അത് വീട്ടിൽ മാത്രമല്ല, നമ്മൾ ജീവിതത്തിലുടനീളം വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ടും ജീവിക്കുവാനായിട്ടും കടപ്പെട്ടിരിക്കുന്നവരാണ്. അത് പ്രത്യേകിച്ച് വിശുദ്ധ തോമസ് ശ്ലീഹായുടെ വിശ്വാസം സ്വീകരിച്ച നമുക്ക് അതിന് കൂടുതൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ഈ അഹമ്മദി ഇടവകയിൽ വന്നിട്ട് ഈ വിശ്വാസ പരിശീലന ഈ ഒരു നമ്മുടെ ഗ്രൂപ്പുമായി ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവരോട് ഞാൻ ആദ്യം പറഞ്ഞ അതല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നമ്മുടെ റിപ്പോർട്ടിലും വിശുദ്ധ തോമസ് ശ്ലീഹായുടെ പേര് ഉൾച്ചേർക്കണമെന്നുള്ളതാണ്. വിച്ച് മീൻസ് ഐ ഫൗണ്ട് മിസ്സിങ്. അത് വളരെ വലിയൊരു കൃത്യവിലോപമാണ്. സെൻറ്റ് തോമസിൻ്റെ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ തോമസ് ശ്ലീഹായോടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് പോപ്പ് ഫ്രാൻസിസിനെ കണ്ടപ്പോൾ അതിൻ്റെ റൈറ്റപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ സക്സസർ ഓഫ് സെയിൻറ്റ് തോമസ് മെറ്റ് ദ സക്സസർ ഓഫ് സെൻറ്റ് പീറ്റർ. അപ്പം എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു ട്രഡീഷൻ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് ഹെവൻലി ഹാർമണി എന്നാണ്. നമ്മളിവിടെ വിശ്വാസം പ്രഘോഷിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ അവരുടേതായ കലാവാസനയിലൂടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ദൈവം കൊടുത്തിരിക്കുന്ന ടാലൻറ്റിലൂടെ അവരുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ കോമ്പറ്റീഷനില്ല, മാറ്റുരയ്ക്കുന്നില്ല, ആരാണ് ഫസ്റ്റ് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് ഫസ്റ്റ് കിട്ടുന്നതോ സെക്കൻഡ് കിട്ടുന്നതോ ആരാണ് കേമൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമേ അല്ല. നേരെ മറിച്ച് വിശ്വാസത്തെ പ്രഘോഷിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു രീതിയിൽ വേറൊരു മാർഗം നമ്മൾ കണ്ടെത്തി കുഞ്ഞുങ്ങളുടെ
ദൈവം കൊടുത്തിരിക്കുന്ന ടാലൻറ്റുകളെ കുറേ കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ മറ്റൊരു രീതിയിൽ ഈ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ടീച്ചേഴ്സ്, മാതാപിതാക്കന്മാർ, കുട്ടികൾ ഇവരെല്ലാവരും കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ വലിയൊരു പരിശ്രമം ഇതിൻ്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥത്തിൻ്റെ ഒരു ആശംസ മാത്രമേ നേരാനുള്ളൂ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥയായിരിക്കുന്ന അറേബ്യ മാതാവിൻ്റെയും മധ്യസ്ഥ പ്രാർത്ഥന, സംരക്ഷണം നമ്മുടെ പ്രവർത്തനങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. Thank you so much, Acha. We feel really privileged to have your supervision and backing with us at all time possible. Like every other auspicious occasion, let's start this event by offering our prayers to God and conduct our customary lamp lighting ceremony. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവനു ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഈ ദൈവവചനം മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ദീപം തെളിയിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റെവറൻഡ് ഫാദർ ജോണി ലൂണിസ് അച്ഛൻ, റെവറൻഡ് ഫാദർ ജിജോ തോമസ് അച്ഛൻ, റെവറൻഡ് ഫാദർ ജോൺസൺ നെടുമ്പുറത്ത് അച്ഛൻ, റെവറൻഡ് ഫാദർ സോജൻ പോൾ, teachers representative Miss Maria Blash ma'am and Mrs. Melby Bijo and Mr. Jim Thomas sir, students representative Miss Anne Maria and parents representative Mr. Paulson KU എന്നിവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കാം. പ്രസംഗത്തിനായി നമ്മുടെ എല്ലാവരുടെയും മാർഗദർശിയും ആത്മീയ ആചാര്യനുമായ റെവറൻഡ് ഫാദർ ജോണി ലൂണിസ് അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ ജിജോ അച്ഛ, കുവൈറ്റിലെ കാറ്റഗിസ്റ്റ്, സീറോ മലബാർ കാറ്റഗിസ്റ്റ് ഡയറക്ടർ ജോൺസൺ അച്ഛ, സ്നേഹം നിറഞ്ഞ സോജൻ അച്ഛ, അബ്രഹാം അച്ഛ, സ്റ്റീഫൻ അച്ഛ, സ്നേഹം നിറഞ്ഞ ജിം, പ്രിയ ഹെഡ് മാസ്റ്റേഴ്സ് ജോബി സാർ, ഷിജു സാർ, സജി സാർ, ജോ വർഗീസ് സാർ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, തീർച്ചയായിട്ടും ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മതബോധന ക്ലാസ്സിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വാർഷികം സംഘടിപ്പിച്ച ജിജോ അച്ഛനും അതിനോട് ജിജോ അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മതബോധന ക്ലാസ് ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രദർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ കാഴ്ചവെക്കുന്ന ഓരോ കൾച്ചറൽ ഐറ്റംസും സംഘടിപ്പിക്കുന്ന കുട്ടികൾ, ഇവർക്കെല്ലാവർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു, നന്ദി നേരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മതബോധന ക്ലാസ്സുകളുടെ വാർഷികമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷമാകുക, സുവിശേഷമേകുക, അതാണ് മതബോധന ക്ലാസ് ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും കർത്തവ്യം. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവൻ്റെയും ഒരു കടമയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നത്. വിശുദ്ധ പൗലോസ്ലിയുടെ റോമാക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിലും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 52-ാം അധ്യായം 7-ാം വാക്യത്തിലും
ഒരേ ആശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ഗോഡ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുവാനാണ്. ഈശോയെ പറ്റി പറയുവാൻ എളുപ്പമുണ്ട്, പക്ഷേ ഈശോയെ കൊടുക്കുക അത് അതിലും വലിയൊരു ടാസ്ക്കാണ്, കടമയാണ്. ഓരോ മതബോധന അധ്യാപകരുടെയും കടമയാണ് ക്രിസ്തുവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, ക്രിസ്തു അവരുടെ മനസ്സിൽ ജീവിതത്തിൽ രൂപപ്പെടുത്തുക. അതാണ് നിങ്ങളുടെ കർത്തവ്യം. അത് പുസ്തകം കൊണ്ട് മാത്രമല്ല, പുസ്തകം കൊണ്ട് പഠിപ്പിക്കുക ഒരു ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ജീവിത മാതൃക, നിങ്ങളുടെ ജീവിത രീതി, അതുകൊണ്ടാണ് നമ്മളൊരു കുഞ്ഞിന് ക്രിസ്തുവിനെ കൊടുക്കുന്നത്. ക്രിസ്തുവിനെ പറ്റി പഠിക്കുവാനായിട്ട് നെറ്റിലേക്ക് ലോഗോൺ ചെയ്താൽ മതി, ഇഷ്ടം പോലെ ആർട്ടിക്കിൾസ് കിട്ടും. പക്ഷെ ക്രിസ്തുവിനെ കൊടുക്കുക അത് ഏറ്റവും പ്രധാനമായ കടമ നിങ്ങളുടെ മതബോധന അധ്യാപകരുടേതാണ്. പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്ത് മാതാപിതാക്കളും. നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മൾ ഒത്തിരി മതബോധന ക്ലാസ്സുകൾ പഠിപ്പിച്ച് ഒത്തിരി കടന്നുപോയവരുണ്ട്. പലർക്കും ആ ക്രിസ്തുവിനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ മക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത്. ക്രിസ്തു അവരുടെ ജീവിതത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വചനം വായിച്ച് അത് എന്താണ് നമ്മോട് പറയുന്നതെന്ന് ശ്രവിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു മനുഷ്യനുണ്ട്, ബർക്കത്ത് മസി. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന ഇടവകയുടെ പള്ളിയിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടായിരുന്നു, വിറച്ച് നടക്കത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഒരു 3-4 ബൈബിൾ വചനം ചോദിച്ചു. ഞങ്ങൾ തിയോളജിയും ബൈബിളും അതിൻ്റെ എക്സസൈസൊക്കെ പഠിച്ചു വന്നിരിക്കുന്നവരാണ്. പക്ഷേ ഈ ചോദിച്ചത് എനിക്കൊട്ട് മനസ്സിലായില്ല, അത് എവിടെ നിന്ന് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അച്ഛനാണ്, എൻ്റെ ഇടവക്കാരനാണ് ഈ ബർക്കത്ത് മസി എന്ന് പറയുന്നത്. ലാഹോറിൽ 4 ക്ലാസ് ബോർഡിങ് പഠിച്ചനാണ്. എന്നോട് പറഞ്ഞു, അച്ഛനോട് ഇരിക്കി, ഞാൻ അച്ഛനെ ബൈബിൾ പഠിപ്പിക്കാം. ഈ മനുഷ്യനാണ് എന്നെ 5 കൊല്ലക്കാലം എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ അവിടെ 1 മണിക്കൂർ ബൈബിൾ പഠിപ്പിച്ചത്. ഞാൻ അതിൽ നിന്നാണ് പ്രചോദനം കൊണ്ടത്. ബൈബിൾ വായിച്ച് ആ ബൈബിളിലൂടെ വചനത്തിലൂടെ ക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മോട് എന്താണ് പറയുന്നത് അത് ശ്രവിച്ച് പ്രവർത്തിക്കുക. അതാണ് ഓരോ മതാധ്യാപകൻ്റെയും കടമ. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അത് അവരുടെ വേറൊരു അടുത്ത കടമയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാ മതബോധന അധ്യാപകരും നല്ല സ്നേഹത്തോടെ അതീവ അർപ്പണ മനോഭാവത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരൊന്നുകൂടി തീക്ഷ്ണതയോടെ നമ്മുടെ Thank you, Acha. Thank you for your stimulating speech. We are grateful for the time and effort you took to share your thoughts and experience with us. Now, we cordially invite Reverend Father Johnson Nedumburatachan for felicitation speech. Please share with us your valuable insights and experiences. പ്രിയ സ്നേഹം നിറഞ്ഞ എപ്പിസ്കോപ്പൽ വികാർ റവറൻ ഫാദർ ജോണി ലൂനസ്, അഹമ്മദി അവർ ലേഡി ഓഫ് അറേബ്യയിലെ കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറും അതുപോലെ അസിസ്റ്റൻ്റ് വികാരിയുമായ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ജിജോ അച്ച, സിറ്റി ഹോളി ഫാമിലി കത്തീഡ്രലിലെ കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറും അസിസ്റ്റൻ്റ് വികാരിയുമായ സോജന അച്ച, എബ്രഹാം അച്ച, സ്റ്റീഫൻ അച്ച, പ്രിയ സ്നേഹം നിറഞ്ഞ ഹെഡ് മാസ്റ്റർ ജിം സാർ, മറ്റ് ഹെഡ് മാസ്റ്റേഴ്സ്, പ്രിയ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ സായന വേളയിൽ അതിയായ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ഭാഗമായി തീരുവാനും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ നന്ദി പറയാം. ജിജോച്ചൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ നിരവധി പേർ കഠിനാധ്വാനം പ്രയത്നം ചെയ്തിട്ടുണ്ട്. അവരെ നമുക്ക് തീർച്ചയായിട്ടും മറക്കാൻ സാധിക്കുകയില്ല. അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഇന്നിവിടെ ഇവരെ പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഈ പങ്കെടുക്കുന്ന പ്രോഗ്രാം വളരെ ആനന്ദകരമായിട്ട് സന്തോഷകരമായിട്ട് തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ വിശ്വാസത്തിലൂടെ കടന്നു വന്ന മക്കളാണ്, വിശ്വാസത്തിലൂടെ വളർന്നവരാണ്.
ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സുവർണ്ണ അവസരത്തിൽ. അതായത് നമ്മൾ പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങുന്ന അവസരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അരൂപി നിറയുവാനായിട്ടുള്ള ഒരു ആഗ്രഹം, അഭിലാഷം നമ്മിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇന്നലെ ഇവിടെ നൈറ്റ് വിജിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങുന്ന പ്രാർത്ഥനകളും മറ്റുമുണ്ട്. നമ്മൾ പലതും പങ്കെടുക്കുന്നുണ്ട്, പല പ്രോഗ്രാമിലും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന അനുഭവം ഒരു സാഹചര്യവും സന്ദർഭമാണ് നമ്മൾ കാറ്റഗിസത്തിലൂടെ ആനുവൽ പ്രോഗ്രാം നടത്തുമ്പോൾ. എന്തുകൊണ്ട്? ഹെവൻലി ഹാർമണി എന്ന പേരിൽ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഹെവൻലി അനുഭവങ്ങൾ വേണം. ആ അനുഭവങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 1, 2, 3, 4 മണിക്കൂർ ഇനി ഇവിടെ പങ്കിടങ്ങാൻ പോകുമ്പോൾ നമ്മളൊന്നും മറ്റ് ചിന്തകളിലല്ല, വിശ്വാസത്തിൻ്റെ പാതയിലൂടെ വിശ്വാസത്തിൻ്റെ ഓരോ ദീപങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളിൽ തെളിയുമ്പോൾ അതൊന്നും കൂടി തെളിയുന്ന ഒരു അനുഭവമാണ് മാതാപിതാക്കളും മതബോധനാധ്യാപകരും മറ്റ് വിശിഷ്ടാതിഥികളും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ. അതെല്ലാം നടക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, അത് നമ്മിലുള്ള വന്നിരിക്കുന്ന ജ്ഞാനസ്ഥാന വാഗ്ദാനത്തിലൂടെ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഒന്ന് ഓർത്ത് നോക്കുക. അതായത് ഇന്ന് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ എത്ര പേരോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ഇവിടെയുള്ള കുട്ടികൾ പ്രത്യേകമായിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് ഇന്ന പ്രോഗ്രാമാണ് നടത്തുന്നത് പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ബന്ധുമിത്രാദികൾ, സ്നേഹിതരെല്ലാവരും അവരെല്ലാവരും വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഭംഗിയായിട്ട് നടക്കണം, ഇത് ഭംഗിയായിട്ട് ഉണ്ടാവണം. അതിൻ്റെ പുറകിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? പ്രിയപ്പെട്ട നമ്മളാരുമല്ല, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മെ ഇവിടെ ഒന്നിച്ചായിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? ക്രിസ്തു വന്നിരിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്ത ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ ശക്തരായിത്തീരും. ആ ശക്തരായിത്തീരുന്നതിൻ്റെ മഹനീയ മുഹൂർത്തമാണ് കാറ്റഗിസത്തിൻ്റെ ആനുവൽ ഡേ എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും എന്നും എപ്പോഴും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ ഫോർ യുവർ ഇൻസൈറ്റ്ഫുൾ സ്പീച്ച്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി റെവറൻഡ് ഫാദർ സോജൻ പോൾ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന എപ്പിസ്കോപ്പൽ വികാർ ജോണി അച്ഛ, കാറ്റഗിസം ഡയറക്ടർ ജോൺസൺ അച്ഛ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും വലിയ മാതൃകയുമായ ജിജോ അച്ഛ, സ്റ്റീഫൻ അച്ഛ, എബ്രഹാം അച്ഛ, വിവിധ ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന അധ്യാപകരെ, ഒപ്പം ഹെഡ് മാസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, റിജോയ്സ് ഇൻ ദ ഹാർമണി ഓഫ് ഹെവൻ വളരെ നല്ല തലക്കെട്ടായിട്ട് തോന്നി എനിക്ക്. അപ്പം ഞാൻ ജിജോ അച്ഛനോട് ഒരു തമാശ രൂപേണ സംസാരിക്കുകയായിരുന്നു. ഈ ഹാർമണി സ്വർഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതിയോ? നമുക്ക് ഭൂമിയിലും ഈ ഹാർമണി കൊണ്ടുവരേണ്ടേ? അപ്പം അച്ഛൻ പറഞ്ഞു അതുണ്ട്. തീർച്ചയായിട്ടും മതബോധന വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു ലക്ഷ്യം ഈ ഒരു ഹാർമണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു ഹാർമണിയില്ലാത്ത ജീവിതം, കൺഫ്യൂഷൻ നിറഞ്ഞ ജീവിതം എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വക നൽകാത്ത അവസരങ്ങളാണ് സൃഷ്ടിക്കുക. എപ്രകാരമാണ് സ്വർഗത്തിൽ ഒരു ഹാർമണി ഉണ്ടായത്? ആ ഹാർമണിയിൽ നമ്മൾ ആനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് റിജോയ്സ് ഇൻ ദ ഹാർമണി ഓഫ് ഹെവൻ. വിശ്വാസം പരിശീലിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്, ഒരു സത്യത്തെ സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്തെ ഞാൻ പറഞ്ഞു ഉറച്ചു വിശ്വസിക്കുകയും
മറ്റൊന്നിനെ ഞാൻ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹാർമണിയിലേക്ക് എത്തിച്ചേരുക എന്നതുകൂടി അതിലർത്ഥമാക്കുന്നു. പലപ്പോഴും കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ ത്രിത്വൈക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതിനാൽ തന്നെ അതൊരു ഡിസ്ഹാർമണിയായി കഴിഞ്ഞു. സമൂഹം നിലനിൽക്കുന്നതും കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ നിലനിൽക്കുന്നതും കാറ്റഗിസത്തിൻ്റെയും അത് അധ്യാപനത്തിൻ്റെ രീതിയിലായാലും ഈ ഒരു ഹാർമണി എപ്പോഴൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ദുഃഖത്തിലേക്കോ അല്ലെങ്കിൽ ഡിസ്ഹാർമണിയിലേക്കോ സമൂഹമായാലും കാറ്റഗിസത്തിൻ്റെ വകുപ്പുകളായാലും ഇടവകയായാലും സഭയായാലും നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഈ അവസരത്തിൽ ഒറ്റ ആശംസയേ ഉള്ളൂ. മത അധ്യാപകരായാലും മാതാപിതാക്കളായാലും മത അധ്യാപകരായാലും ഈ ഒരു ഹാർമണി കൊണ്ടുവരുവാനായിട്ട് വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരുവാനും അപ്രകാരം ഞാനും പിതാവും ഒന്നായിരിക്കുന്ന ആ ഹാർമണിയിലേക്ക്, ആ പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന ആ സ്വരച്ചേർച്ചയിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനും ഒപ്പം തന്നെ ഈ ഹാർമണിയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുവാനും അങ്ങനെ സ്വർഗം സന്തോഷിക്കുന്നതോടൊപ്പം ഭൂമിയും സന്തോഷിക്കുവാൻ ഉള്ള വരങ്ങളും കൃപകളും നമ്മളതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ഉൽപ്പത്തിയുടെ സൃഷ്ടിയുടെ കർമ്മം ആരംഭിച്ചതിന് ശേഷം അവിടെ ഒരു ഡിസ്ഹാർമണി കാണുന്നു. ജോൺസൺ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൽ ആ ഡിസ്ഹാർമണി അല്ലെങ്കിൽ ആകെ അഴകൊഴ എന്ന് കിടന്നിരുന്ന ആ സൃഷ്ടികർമ്മം ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാർമണിയിലേക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. ഇത് ഒരു ഹാർമണി അത് മത അധ്യാപനത്തിലായാലും കുടുംബങ്ങളിലായാലും വ്യക്തിജീവിതത്തിലായാലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പെന്തക്കോസ്തായുടെ തിരുനാളിൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നന്ദി. Thank you so much for sharing your time and experience with us. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ റെവറൻഡ് ഫാദർ സ്റ്റീഫൻ അച്ഛനെയും റെവറൻഡ് ഫാദർ എബ്രഹാം അച്ഛനെയും നമുക്കായി ആശംസ അർപ്പിക്കുവാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. It's actually a great honor for me. കാരണം നമ്മുടെ ഈ ഒരു സീറോ മലബാർ സഭയുടെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഹെവൻലി ഹാർമണി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ ഈ ഒരു വളരെ ഹെവൻലി ആയിരിക്കുന്ന സ്വർഗീയമായ ഒരു നിമിഷത്തിന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന സ്റ്റീഫൻ അച്ഛ, എബ്രഹാം അച്ഛ, ഇവിടെ വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് അവർ റിലേഷൻ. ഞാൻ വന്നിട്ട് ഒരു വർഷമായുള്ളൂ, എന്നാലും ഐ ഹാവ് എ റിലേഷൻ. അത്രയും എന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളാണ് സ്റ്റീഫൻ അച്ഛൻ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അച്ഛൻ വന്നത്. ഐ എം ഗ്രേറ്റ്ലി ഓണേർഡ്. അച്ഛനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പറയും. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെവൻലി ഹാർമണിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ 9 അച്ഛന്മാർ വരും. ഓൾറെഡി 6 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. ഇനി 3 അച്ഛന്മാരും ദേ ആർ ഓൺ ദ വേ. അപ്പം അച്ഛൻ നമ്മുടെ കത്തോലിക്ക സഭയുമായിട്ട് കൂടിക്കഴിച്ചിലുള്ള ജാക്കബേറ്റ് സഭാംഗമാണ്. അച്ഛൻ കൂടുതലായിട്ട് അച്ഛനെക്കുറിച്ച്, ഈ സഭയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അതോടൊപ്പം വളരെ വ്യത്യസ്തമായിട്ടൊരു ആശംസ അച്ഛൻ പറയും. താങ്ക് യു ഫാദർ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ, ജോണി അച്ഛൻ, ജോൺസൺ അച്ഛൻ, സോജൻ അച്ഛൻ, എബ്രഹാം അച്ഛൻ, പ്രിയ സൺഡേ സ്കൂളിലെ അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനും എബ്രഹാം അച്ഛനും ഇന്ന ദിവസം ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങളിരുവരും കുവൈറ്റ് സെയിൻറ്റ് ജോർജ്
യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് റീഷ് ഇടവകയിലെ ശുശ്രൂഷകരാണ്. യാക്കോബായ സുറിയാനി സഭയുടെ അംഗങ്ങളാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയും പരിശുദ്ധ യാക്കോബായ സഭയും തമ്മിലുള്ള ഭേദ്യമായ ബന്ധം, കൗദാശിക ബന്ധം, പരിശുദ്ധ പോപ്പ്, പരിശുദ്ധ പാത്രികീസ് ബാവയും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. ഈ ഒരു വേദി ഞങ്ങൾക്ക് നൽകിയത് ഏറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാണുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും സുറിയാനി സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഒരു വാക്ക് മാത്രം അറിയിച്ച് എൻ്റെ ഈ ചെറിയ പ്രസംഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാറ്റഗീസത്തിൻ്റെ ആനുവൽ ഡേ ആണല്ലോ. സുഭാഷിതങ്ങൾ 1:7 നമ്മൾ വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവത്തോടുള്ള ഭക്തിയാണ് വിസ്ഡത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ ആരംഭം. ഒരിക്കൽ 4 തിയോളോജിയൻസ്, 4 ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ഒരു സംവാദം നടത്തുകയാണ്. ഏത് ബിബ്ലിക്കൽ ട്രാൻസ്ലേഷനാണ് ഏറ്റവും നല്ലത്? അതിലൊരു ജ്ഞാനമുള്ള ഒരു ചെറുപ്പക്കാരനായി തിയോളോജിയൻ പറഞ്ഞു, KJV, കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, തിയോളോജിയൻ പറഞ്ഞു, അതല്ല, ഏറ്റവും നല്ല ഒത്തൻറ്റിക്കായിട്ടുള്ള ട്രാൻസ്ലേഷൻ ന്യൂസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ NRSV ആണെന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ആളുടെ അഭിപ്രായം വിഭിന്നമായിരുന്നു. അയാൾ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ലളിതമായ പരിഭാഷ ന്യൂ ഇൻ്റർനാഷണൽ വേർഷനാണ്, NIV ആണ്. അപ്പോൾ നാലാമതിൽ നാൾ മൗനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 3 പേരുടെ നാലാമത്തെ ആളോട് ചോദിച്ചു, അവരവർ പറഞ്ഞ കാര്യമല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ നാലാമത്തെ ചെറുപ്പക്കാരൻ തിയോളോജിയൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിഭാഷ, ഏറ്റവും നല്ല പരിഭാഷ എൻ്റെ അമ്മയുടെ പരിഭാഷയാണ്. അപ്പോൾ ബാക്കി 3 പേരും ഒരേ സ്വരത്തിൽ ചിരിച്ച് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നിൻ്റെ അമ്മ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നാലാമത്തെ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് യേശുവിനെ തന്നത്. എൻ്റെ അമ്മയാണ് ആദ്യത്തെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്, പകർന്നു തന്നത്. എൻ്റെ അമ്മയുടെ പരിഭാഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. കാറ്റഗീസം പള്ളിയിൽ നമ്മൾ നടത്തുമ്പോൾ അതാദ്യം ആരംഭിക്കേണ്ടത് നമ്മുടെ ഭവനത്തിലാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ ആദ്യം പകർന്നു കൊടുത്താൽ അവരെത്ര വലുതായാലും സമുന്നതമായ സ്ഥാനം അലങ്കരിച്ചാലും അത് മാറുകയില്ല. അതുകൊണ്ട് അപ്രകാരം ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ വേദിയിൽ നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധമായ ആശംസകളും, പ്രത്യേകിച്ച് പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം പരിശുദ്ധ റൂഹായുടെ വലിയ ആവാസം അഭിഷേകവും ഒക്കെ നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഏബ്രഹാം അച്ഛൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും അറിയിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കാറ്റഗിസത്തിൻ്റെ അവസരമായതിനാൽ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ ബഹുമാനപ്പെട്ട ഏബ്രഹാം അച്ഛനോട് ഒരുമിച്ച് നമ്മുടെ കർത്താവ് സംസാരിച്ച ഭാഷ നമുക്ക് അരാമ്യ ഭാഷ എന്നറിയാം. അതിൻ്റെ പാലസ്തീൻ ഡയലക്റ്റാണ് സിറിയഖ്, സുറിയാനി എന്ന് പറയുന്നത്. കർത്താവ് സംസാരിച്ച ഭാഷയിൽ, ദൈവമാതാവും അപ്പോസ്തലന്മാർ സംസാരിച്ച ഭാഷയിൽ ലോർഡ്സ് പ്രേയർ, കർത്തൃപ്രാർത്ഥന ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് പാടി ഈ നിങ്ങൾക്ക് എല്ലാവിധമായ പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ നേരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. do fahar
Ziyono Elo Fasola Men Bi Shometul Diloki Malkuzo Haylo Tishbuhato Lolam Ulminamin Lolam Ulminamin. Thank you. താങ്ക് യു ഫോർ ദ സോങ്. അടുത്തതായി നന്ദി പ്രസംഗത്തിനായി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ എബിൻ തോമസ് സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിലിരിക്കുന്ന പ്രിയ വൈദിക ശ്രേഷ്ഠരെ, വിവിധ ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന സിറോ മലബാർ കാറ്റഗിസം ഹെഡ് മാസ്റ്റേഴ്സ്, സിറോ മലങ്കര കാറ്റഗിസം ഹെഡ് മിസ്ട്രസ്, അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റർമാർ, ഈ ഇടവകയിലെ ഹെഡ് മാസ്റ്റർ, അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, വോളണ്ടിയേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നോവ് അനുഭവിക്കുന്നു. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിശ്വാസ പരിശീലനം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിലൂടെയും വിശുദ്ധ കുർബാന കുഞ്ഞുങ്ങൾക്ക് അർപ്പണത്തിലൂടെ നൽകുന്നതിലൂടെയും എല്ലാം നമ്മൾ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സുറിയാനി മലബാർ സഭയുടെ ഈ കാറ്റഗിസത്തിൻ്റെ ആപ്തവാക്യമായിട്ട് ഈ ഗലാത്യ ലേഖനത്തിൽ നിന്നുള്ള ഈ വാക്യം എടുത്തിരിക്കുന്നത്. സമയത്തിൻ്റെ ദൗർബല്യം മൂലം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജിജോ അച്ഛനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി ജിജോ അച്ഛൻ നമ്മുടെ ഇടവകയിൽ വളരെ സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന് ബഹുമാനപ്പെട്ട അച്ഛൻ നൽകുന്ന പരിപൂർണ പിന്തുണ നമുക്കേവർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ട ജിജോ അച്ഛന് അഹമ്മദി അവർ ലേഡി ഓഫ് അറേബ്യയുടെ ഇടവക കാറ്റഗിസത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജോണി അച്ഛനാണ്. ജോണി അച്ഛൻ നമുക്കറിയാം, ഈ ലോകത്തിലെ സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ വിശ്വാസ പരിശീലന കേന്ദ്രമായ അബ്ബാസിയ സെൻറ്റ് ഡാനിയൽ കമ്പോണി ഇടവകയുടെ വികാരി അച്ഛനും കൂടിയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് അധികം ആരോടും പറയേണ്ട കാര്യമില്ല. അച്ഛൻ്റെ സേവനം നമുക്കെല്ലാവർക്കും അറിയാം. സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ശ്രദ്ധ കഴിഞ്ഞ ആഴ്ച ഇതേ വേദിയിൽ ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയ്ക്കും ഈ സീറോ മലബാർ വിശ്വാസ പരിശീലനത്തിന് അച്ഛൻ നൽകുന്ന ആ സേവനം വളരെ സുദീർഘമാണ്. പ്രിയപ്പെട്ട അച്ഛന് ഈ യോഗത്തിൽ നമ്മുടെ ഇടവകയുടെ കാറ്റഗിസത്തിൻ്റെ ഉള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനാണ്. അച്ഛൻ സാൽമിയ ഇടവകയിലെ അസിസ്റ്റൻറ്റ് വികാരിയൊപ്പം സീറോ മലബാർ കാറ്റഗിസം സാൽമിയയിലെ ഡയറക്ടർ കൂടിയാണ്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മുടെ ഇടവകയിൽ അച്ഛൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛന് ഈ കാറ്റഗിസത്തിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സോജനച്ചനാണ്. സോജനച്ചൻ നമുക്കറിയാം, ഒരു മാസം മാത്രമേ നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്തു ഉള്ളൂ എങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ഹൃദയത്തുടിപ്പാണ് അച്ഛൻ. അച്ഛൻ നമ്മുടെ ഇടവകയിൽ ചെയ്ത എല്ലാ ശുശ്രൂഷകളും നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ്. ബഹുമാനപ്പെട്ട അച്ഛന് കാറ്റഗിസത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ നെടുവക്കാട്ടച്ഛനും ബഹുമാനപ്പെട്ട അബ്രഹാം തേക്കാട്ടിലച്ഛനുമാണ്. നമ്മുടെ സഹോദര സഭകളിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ നമുക്ക് വേണ്ടി പാശ്ചാത്യ സുറിയാനി ഭാഷയിൽ നമ്മുടെ ഒരു പാട്ട് നമുക്ക് വേണ്ടി ആലപിക്കുകയും നമ്മളോടുള്ള
പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയോടുള്ള ആ ഒരു ബഹുമാനം നമ്മളോട് കാണിക്കുകയും ചെയ്തതിന് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സമയത്തിൻ്റെ ദൗർബല്യം മൂലം ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. ബഹുമാനപ്പെട്ട ജോബി സാറ് അബ്ബാസി ഇടവകയിൽ നിന്നും, സജി സാറ് സിറ്റി കോ കത്തീഡ്രലിൽ നിന്നും, ഷിജു സാറ് സാൽമിയ ഇടവകയിൽ നിന്നും, ഷേർലി ടീച്ചർ ആൻഡ് പ്രീതി ടീച്ചർ സീറോ മലങ്കര സഭയുടെ ഹെഡ് മിസ്ട്രസസ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ജിം സാറിനാണ്. നമുക്കറിയാം, ജിം സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുമാണ് ഈ പരിപാടിയുടെ ഏറ്റവും വിജയം. ബഹുമാനപ്പെട്ട സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് അസിസ്റ്റൻറ്റ് ഹെഡ് മിസ്ട്രസ് മെൽബി ടീച്ചറിനും മരിയ ടീച്ചറിനുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ കാറ്റഗിസം കൗൺസിൽ മെമ്പേഴ്സ്, അധ്യാപകർ, വോളണ്ടിയേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ വിശ്വാസ പരിശീലനത്തിന് അടിസ്ഥാനം കുറിച്ചുകൊണ്ട് പ്രാദേശിക സഭയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇവിടെ ഈ വിശ്വാസ പരിശീലനത്തിന് അടിത്തറ പാടിയ SMCAയുടെ മുൻ ഭാരവാഹികളെ ഈ തരുണത്തിൽ സ്മരിക്കുന്നു. ഒപ്പം നമ്മുടെ ഇടവകയിലേക്ക് വിശ്വാസ പരിശീലനം മാറ്റിച്ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടി നമ്മളെ സഹായിച്ച കാലം ചെയ്ത കമല്ലോ പിതാവിനും, ഒപ്പം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമറിറ്റൂസ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനും, അതുപോലെ തന്നെ ഈ നമ്മുടെ ഇടവകയിൽ അസിസ്റ്റൻറ്റ് വികാരിമാർ, അതുപോലെ തന്നെ സീറോ മലബാർ കാറ്റഗിസത്തിൻ്റെ ഡയറക്ടർമാരായി സേവനം ചെയ്ത് ഇവിടെ നിന്ന് കടന്നുപോയ ബഹുമാനപ്പെട്ട ജോസ് നിരപ്പേലച്ചൻ, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂടി നമ്മുടെ പബ്ലിക് മീറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഏവരും കാത്തിരുന്ന കൾച്ചറൽ പ്രോഗ്രാം ഹെവൻലി ഹാർമണി ഇവിടെ തുടങ്ങുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ എല്ലാവരും സദസ്സിലേക്കിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി രംഗപൂജ. നിങ്ങൾക്കറിയാം, വിശ്വാസ പരിശീലനം ഈ കുവൈറ്റിൽ ആരംഭിച്ചത് SMCA എന്ന സംഘടന തുറവാണ്. ആദ്യകാലം മുതൽ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോസ് മാത്യു ചുനാട്ട് സാറിനെ നന്ദി പറയുവാനായിട്ട് അദ്ദേഹം അടുത്തു തന്നെ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു നന്ദി പറയണം എല്ലാവരോടും ആഗ്രഹം പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട സാറിനെ ഈ അവസരത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോണി അച്ഛ, ജിജോ അച്ഛ, ജോൺസൺ നെടുമ്പുറത്തച്ഛ, സോജനച്ച, മറ്റ് വൈദ്യശ്രേഷ്ഠരെ, ഹെഡ് മാസ്റ്റേഴ്സ്, അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റേഴ്സ്, എൻ്റെ പ്രിയ സ്നേഹിതരെ, കൊച്ചുകുട്ടികളെ, ജെറമിയ 29:11 ഇപ്രകാരം പറയുന്നു: നിങ്ങളെക്കുറിച്ച് ഉള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ 34 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് യാത്രയാവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതാണോ എനിക്കുള്ള പദ്ധതി? പക്ഷേ അതിലും ശുഭമായ ഒരു പദ്ധതിയാണ് ദൈവം എനിക്കായി ഒരുക്കിയിരുന്നത്. നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അത് ശുഭമായ ഒരു പദ്ധതിയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ, ഞാനും എൻ്റെ കുടുംബവും നാട്ടിലേക്ക് പോകുമ്പോൾ വളരെയധികം ആൾക്കാരോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവത്തോടും അറേബ്യ മാതാവിനോടും പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പിന്നെ ഈ വിശ്വാസ പരിശീലനം നമ്മുടെ ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത് SMCA ആണ് ആദ്യം തുടങ്ങി വെച്ചത്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ 2 വർഷമായിട്ട് ഇതിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് സേവനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് വളർന്ന്
പന്തലിച്ച് ഇപ്പോൾ 1100 പേരുള്ള ഒരു വിശ്വാസ പരിശീലന കേന്ദ്രമായിട്ട് അഹമ്മദി ഇടവക മാറിയിരിക്കുകയാണ്. അതിൽ നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം. അതിൻ്റെ ആദ്യത്തെ തറക്കല്ലിട്ട വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെയധികം ഞാൻ അഭിമാനിക്കുന്നു. ഇത് തുടങ്ങി വെച്ച സമയത്ത് ഉണ്ടായിരുന്ന ജോസ് നിരപ്പൽ അച്ഛനോടും അത് കഴിഞ്ഞ് ഡയറക്ടറായിരുന്ന ജോൺസൺ അച്ഛനോടും ഇപ്പോൾ ഡയറക്ടറായിരിക്കുന്ന ജിജോ അച്ഛനോടും പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ജിം സാർ, അസിസ്റ്റൻറ്റ് ഹെഡ് മാസ്റ്റേഴ്സ് മെൽബി ടീച്ചർ, മരിയ ടീച്ചർ, മറ്റ് സഹപ്രവർത്തകരായ ടീച്ചേഴ്സ്, പിന്നെ ഈ 10 വർഷക്കാലം ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും, പിന്നെ കൂടാതെ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകമായി ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുകയാണ്. അവസാനമായി ഒരു വചനം കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. യോഹന്നാൻ 13:35 നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, സ്നേഹിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമയോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് നിങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്നും കുവൈറ്റ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാവരെയും ഓർക്കാം. കൂടാതെ എൻ്റെ ഇളയ മകൾ, നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം, സിസ്റ്ററാണ്. ഒപ്പം തന്നെ MBBSന് സെൻറ്റ് ജോൺസിൽ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ആ സിസ്റ്ററിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.